ശിവം സുന്ദരം. ഈ സ്റ്റാർ സിംഗിന്റെ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തൊരു എപ്പിസോഡായിരുന്നു. വിഷ്ണുമായ വന്നിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു ഒരു പ്രാവശ്യം കൂടെ വരാൻ ചാൻസ് തരണം. പെട്ടെന്ന് ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ അതൊരു ഡിഫറെൻറ്റ് ഒരു ലെവലിലേക്ക് പോയി. അത് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഒരു വേറെ രീതിയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റായി. ശ്രേയ ഘോഷലിനെ ഞെട്ടിച്ച പെൺകുട്ടി. What a beautiful voice, Vishnumaya. ഒരു ഇംപ്രവൈസേഷൻ പാടിയപ്പോൾ ശ്രേയാജി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടിരുന്നു. ഒരിക്കലും ഞാൻ ലൈഫിൽ ശ്രേയാജിനെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ ഒരു വീഡിയോ വൈറലായതാണ്, സാരി ഉടുത്ത് വരുന്നതും. അത് ആക്ച്വലി അവര് പറഞ്ഞതാണ്, കേരള. അത് അവരുടെ ഐഡിയ. ശങ്കർ മഹാദേവൻ സാറ് പറഞ്ഞത് ചിത്ര ചേച്ചിയുടെ യങ് ഏജ് ആണെന്ന്. പക്ഷെ ഞാൻ ചിത്രമ്മയുടെ പാട്ടല്ലായിരുന്നു പാടിയിരുന്നത്. അപ്പൊ അത് പാടിക്കഴിഞ്ഞിട്ടാണ് ശങ്കർ മഹാദേവൻ സാർ ഇങ്ങനെ പറഞ്ഞത്, ശങ്കർജി ഇങ്ങനെ ചോട്ടി ചിത്ര ഹമാരി ചോട്ടി ചിത്ര വിഷ്ണുമായ കേരള കോഴിക്കോട് സേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. എപ്പോഴും 12 വയസ്സായപ്പോഴാണ് കളേഴ്സ് ടിവിയിലേക്ക് എനിക്ക് കോള് വരുന്നതും ആ ഒരു ഷോയിലേക്ക് ഞാൻ പോകുന്നത്. അതെ, അപ്പൊ ഞാൻ അവരുടെ ഭാഷ പാടുന്നു എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഒരു അതിശയമുള്ള കാര്യം. റാണി മുഖർജി വന്നപ്പോൾ ഉണ്ടായ ഇൻസിഡൻസും രേഖാജിയാണ് ആക്ച്വലി പറഞ്ഞ എനിക്ക് ഭയങ്കര ഇത്രയും വലിയൊരു ആക്ട്രസ് അടുത്ത് വന്ന് ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നു, എൻ്റെ കൂടെ ഡാൻസ് കളിച്ചു ഞാൻ പാട്ട് പാടുമ്പോൾ. എന്നിട്ട് ഒരുപാട് ഹഗ്സും കിസ്സസും. ലൈവായിട്ട് വോട്ടിംഗ് നടക്കുന്നത്. പ്രീവിയസ്ലി പാടി ഒരു കണ്ടസ്റ്റന്റ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ വോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെർസെന്റേജിൽ നിന്നും മേലെ കടക്കണം. ഇതിലും വലിയൊരു ശിക്ഷ വേറെ ഇല്ലല്ലോ. ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് ആക്ച്വലി ജോബ് ഇന്റർവ്യൂ പോലെയാണ്. അത് പാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായ കാര്യമില്ല. അപ്പൊ അവരങ്ങനെ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക. സ്റ്റാർ സിംഗറില് ഋതുവേട്ടൻ ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുള്ളിയാന്ന് വിളിച്ചിട്ട് എന്തായാലും ഇപ്പൊ ഒരു വാലന്റൈൻസ് വീക്കാ. ഹലോ, ആ പഞ്ചു പറ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഋതുവേട്ടാ. ഹാപ്പി വാലന്റൈൻസ് ഡേ പഞ്ചു. ആദ്യമൊന്നും അത്ര കമ്പനി അല്ലെങ്കിൽ ആകെ കമ്പനി അല്ലായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട്. അതെ, നമ്മൾ ആ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വാമപ്പ് ചെയ്തതും അതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാനിപ്പോ ആലോചിച്ചോണ്ടിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ വോയിസ് കണ്ട് പ്രൊപ്പോസൽസ് വരാറുണ്ടോ? സിംഗിൾ ആണോ? അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് സിംഗറാണ് വിഷ്ണുമായ. നമസ്കാരം. നമസ്കാരം. വിഷ്ണുമായ നമ്മളിങ്ങനെ റിയാലിറ്റി ഷോയിലും ഇതിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ശരിക്കും വിഷ്ണുമായ എന്ത് ചെയ്യുവാണ്? ഞാൻ പഠിക്കുന്നത് സെക്കൻഡ് ഇയർ BCA പഠിക്കുകയാണ്. തൃശ്ശൂരാണ് പഠിക്കുന്നത്, സെൻറ് ജോസഫ്സ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ. ഗൈസ്, അതിലൊരു പണി കിട്ടി. എൻ്റെ അടുത്ത് ഇത് ഗേൾസ് ഓൺലി കോളേജ് എന്ന് പറഞ്ഞില്ല, പറഞ്ഞിരുന്ന ഇച്ചിരൂടെ ഇതായിട്ട് ഞാൻ വന്നേനെ. അത് മനഃപൂർവ്വം എന്നെ നിന്ന് മറച്ചു വെച്ചു. ഇല്ല, ഇത് ഗേൾസ് ഓൺലി കോളേജാണ്, പക്ഷെ പവർഫുൾ ആണ് ഞങ്ങളുടെ കോളേജ്. അതെ, ശ്രേയ ഘോഷലിനെ ഞെട്ടിച്ച പെൺകുട്ടി എന്നൊരു ടൈറ്റിലായിരുന്നു അത് ഭയങ്കര വൈറലായത്. അങ്ങനെയൊന്നും പറയണ്ട. അത് ആക്ച്വലി എന്താ, ആ ഒരു വീഡിയോനകത്ത് ഞാനൊരു ഇംപ്രവൈസേഷൻ പാടിയപ്പോൾ ശ്രേയാജി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു വീഡിയോ ആയിട്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അതുപോലെ ഒരു വീഡിയോ വൈറലായതാണ്, സാരി ഉടുത്ത് വരുന്നതും. അത് ഓഡീഷന് വേണ്ടിയിട്ടായിരുന്നോ? അത് ഫൈനൽ ഓഡിഷൻ ആയിരുന്നു. നമ്മൾ ടോപ്പ് 30 എന്നുള്ള ഒരു സ്റ്റേജിലായിരുന്നു ഇന്ത്യൻ ഐഡൽ. അത് സാരി ഉടുത്ത് വരുന്നതൊക്കെ അത് ഭയങ്കര വൈറലായി. കാരണം ഇതൊരു വലിയ ഫ്ലോറാണ്. എല്ലാവരും ഭയങ്കര കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാം ഭയങ്കര ശ്രദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ ചെന്നത് നമ്മുടെ നാടൻ പെൺകുട്ടിയായിട്ട്. അത് ആക്ച്വലി അവര് പറഞ്ഞതാണ്, ഒരു കേരള. അതെ, കാരണം എനിക്ക് സാരി എടുക്കാറില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് പാടാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അവര് പറഞ്ഞു മലയാളി കണ്ടസ്റ്റന്റ് എന്നുള്ള ഒരു രീതിയിൽ വിഷ്ണുമായ മാത്രമേ ഉള്ളൂ, അപ്പോൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം അത് വേറെ ഏത് കോസ്റ്റ്യൂം വരുന്നതിനെക്കാട്ടിൻ ഭയങ്കര നമ്മുടെ നാടൻ ആയിട്ടുള്ള ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിൽ, അത്രയും വലിയ സ്റ്റേജിൽ നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു സാരി എടുത്ത് ചെയ്തത് നന്നായി എന്നുള്ളൊരു. ശങ്കർ മഹാദേവൻ സാറ് പറഞ്ഞത് ചിത്ര ചേച്ചിയുടെ യങ് ഏജ് ആണെന്ന്.
അത് ഈ പറഞ്ഞ റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഷോന്റെ ഓഡിഷന് വേണ്ടിയിട്ട് പാടിയപ്പോൾ പക്ഷെ ഞാൻ ചിത്രമ്മയുടെ പാട്ടല്ലായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. ജിയാ ജലേ പറഞ്ഞ സോങ് ആയിരുന്നു പാടിയത്, ലതാജി പാടിയ പാട്ടാണ്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞിട്ടാണ് ശങ്കർ മാധവൻ സാർ ഇങ്ങനെ പറഞ്ഞത്, വോളൊക്കെ പൊന്തി, അപ്പോൾ ഇങ്ങനെ യു സൗണ്ട് ലൈക്ക് എ യങ് ചിത്ര എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഷോയിൽ അതിന് ശേഷം ശങ്കർജി ഇങ്ങനെ ചോട്ടി ചിത്ര ഹമാരി ചോട്ടി ചിത്ര വിഷ്ണുമായ കേരള കോഴിക്കോട് സേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു എപ്പോഴും ഇങ്ങനെ അഡ്രസ് ചെയ്തത്. അത് പിന്നെ ഒരു കാര്യമാണ്. ഹിന്ദി എങ്ങനെ പഠിച്ചേ? ഹിന്ദി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയല്ല പോകുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല റൈസിംഗ് സ്റ്റാറിൽ പോകുമ്പോൾ. പക്ഷെ അവിടെ തന്നെ നിന്നിട്ടായിരുന്നു നമുക്ക് ഷൂട്ട്, മുംബൈയിൽ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു ഹിന്ദി. കാരണം അമ്മേന്റെ കൂടെയൊക്കെ അങ്ങനെ എനിക്ക് വളരെ റെയർ ആയിട്ടാണ് എനിക്ക് സമയം ഉണ്ടായിരുന്നത്. കാരണം നമ്മള് ഷൂട്ടിന് വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് നമ്മളെ എഡിറ്റില്ലെങ്കിൽ കണ്ടസ്റ്റന്റ് മാനേജേഴ്സ് വലിച്ചെടിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകും ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അമ്മയുടെ കൂടെ അങ്ങനെ കുറച്ച് സമയം അമ്മയുടെ കൂടെ ആണെങ്കിലും ഇരിക്കും. അപ്പം മലയാളം സംസാരിക്കാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. അപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനും ഫോൺ വിളിക്കാനൊന്നുള്ള സമയം നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം രാത്രിയാണെങ്കിലും ലേറ്റ് നൈറ്റ് വരെ ഞാനിങ്ങനെ കുറേ ആക്റ്റും അങ്ങനെയൊക്കെ ദീപിക പടുക്കോൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ എപ്പോഴും ക്രിയേറ്റീവ് ടീമിൻ്റെ കൂടെ രാത്രി വരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഡയലോഗ്സ് അവരിങ്ങനെ തരും. അപ്പം ഞാനത് ബൈഹാർട്ട് പഠിച്ച് 2 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദിയിലായിരുന്നു മൊത്തത്തിൽ നമ്മളെ കോൺവെർസേഷൻസ് മൊത്തം. ആദ്യം ചെല്ലുന്ന സമയത്ത് ഒരു പാടുണ്ടായിരുന്നു, ഹിന്ദി ഒരു തപ്പൽ, അത് ഇടയ്ക്കൊരു ഇതില് തിരിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്രിയേറ്റീവ് ടീമിലുള്ള ചേച്ചിമാർ നമ്മൾ പോയ പാട് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് ആക്ച്വലി ജോബ് ഇന്റർവ്യൂ പോലെയാണ്. അത് പാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായ കാര്യമില്ല. കാരണം വൺസ് നമ്മൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ഷോയിൽ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിയേറ്റീവ് ടീം, ടാലൻറ്റ് ടീം, പിന്നെ റിയാലിറ്റി ടീം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് ഓരോ കണ്ടസ്റ്റൻസിന് ഇങ്ങനെ ഞാൻ സെലക്ട് ആയല്ലോ, അപ്പം എന്നെ ഇങ്ങനെ വിഷമമായ കാരണം ഞാൻ മാത്രം ഒരു മലയാളി. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, എന്ത് ചെയ്യും ദൈവമേ. അപ്പോൾ ക്യാമറ ടീം ഉണ്ടാവും നമ്മൾ പറയുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ. അത് ജസ്റ്റ് നമ്മളുമായിട്ട് അവർക്കൊരു പരിചയം വരാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമാണ്, എന്നെ കൂടുതൽ അറിയാനും വേണ്ടിയിട്ട്. ആ ഷോയിൽ ഞാൻ എന്താണ് എന്നുള്ളത്, എൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അവരോട്. അപ്പോൾ അവർ ചോദിക്കുന്നു നെയ് ഹിന്ദി മേ ബാത് കർനാ പടേഗ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയപ്പോൾ ഇപ്പോഴും എനിക്ക് ഗ്രാമർ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് സംസാരിച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദി മനസ്സിലാവും. അവര് പറയാം മനസ്സിലാവും, ഒപ്പിച്ച് പറയാനും വായിക്കാനും എഴുതാനൊക്കെ. CBSE സ്കൂള് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പൊ മലയാളത്തിന് പകരം ഞാൻ ഹിന്ദി ആയിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ വായിക്കാനും എഴുതാനും അറിയാം, പക്ഷെ സംസാരിക്കാൻ എനിക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരങ്ങനെ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക. അവര് ഹിന്ദിയിൽ തന്നെ സംസാരിക്കണം, ആദ്യമൊക്കെ ചീത്തയൊക്കെ പറയും, നമ്മളെ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ അവരായിട്ട് നല്ല കൂട്ടായി. ആ ചേച്ചിമാരൊക്കെ ആയിരുന്നു നമ്മൾ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഇന്ത്യൻ ഐഡലിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അതെനിക്ക് ഒരുപാട് പേര് ഇപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് വരുന്ന സമയത്ത് DM-ലൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ പാടാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എനിക്ക് വരാറുണ്ട്. പൊതുവേ നമ്മൾ റിയാലിറ്റി ഷോസിൽ അവർ എന്താ പറയുക, അവർക്കൊരു പേഴ്സണലായിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ട്. അതിലേക്ക് നമ്മളെ സോങ്സ് റോ ആയിട്ടുള്ള വീഡിയോസ് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1-2 സോങ്സിൻ്റെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളെ ഫേവറേറ്റ് സോങ്സിൻ്റെ. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെലക്ഷൻ. അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും സെൻഡ് ചെയ്യുക. പക്ഷേ എനിക്ക് ഈ ഹിന്ദി റിയാലിറ്റി ഷോ ചെയ്തതിന് ശേഷം എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെ ടാലൻറ്റ് ടീമിൽ നിന്ന് അവർ ഒരു റിസർച്ച് നടത്തി ടാലൻറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ വീഡിയോസ് അവർക്ക് ഇങ്ങനെ ഇഷ്ടമായി. എല്ലാ വർഷവും എനിക്കിങ്ങനെ കോള് വരാറുണ്ട് CTV-ന്നും സോണി TV-ന്നൊക്കെ. അപ്പം എനിക്കിങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ഇപ്പം ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഈ വർഷം എല്ലാവരും പറഞ്ഞു വൈ നോട്ട്, എൻ്റെ ചേച്ചി, പിന്നെ അങ്ങനെ കുറേ പേര് ഇങ്ങനെ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ അവരെ തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു ഈ വർഷം ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ്. ഈ വർഷം വിളിച്ചിരുന്നു, പക്ഷെ അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ പക്ഷെ ഞാനും ഇങ്ങനെ സെയിം ഓഡിഷൻ പ്രോസസ്സൊക്കെ എല്ലാവർക്കും സെയിം തന്നെയാണ്. പക്ഷെ അവരിങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ഇതിലേക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഒരു റോ ഓഡിഷൻ കഴിഞ്ഞു, അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ആയി. പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ഒരു ഓഡിഷൻ ഉണ്ട്, ബാംഗ്ലൂർ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ഈ വർഷം എനിക്ക് തോന്നുന്നു അവർക്ക് നേരിട്ട് നടത്താൻ പറ്റിയില്ല. സോ ഓൺലൈനായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായത്.
അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ലെവൽ 3 ഓഡിഷൻ ഉണ്ട് മുംബൈയിൽ നിന്ന്. അപ്പം ലെവൽ 3 ഗ്രൗണ്ട് ലെവൽ ഓഡിഷനാണ്. അതും അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നും സെലക്ട് ആയി. പിന്നെ ഫൈനൽ ഓഡിഷൻ ടോപ്പ് 30 കണ്ടസ്റ്റൻസ് ആണ്. അതിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് ലൈവ് ചെയ്ത കാലഘട്ടം ഇല്ലേ, ലൈവ് വോട്ടിങ്, ഇപ്പൊ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര നിസ്സാരമായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും എനിക്കങ്ങനെ സ്റ്റേജിൽ എല്ലാ എനിക്കങ്ങനെ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഞാൻ സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തു. ശരിക്കും ചെറുതും വലുപ്പമല്ല, ശരിക്കും മറ്റേത് ലൈവായിട്ടാണ്. അതെ അതെ, അതുണ്ട്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ചെയ്തത് കൊണ്ട് പലതും ഇപ്പം ഈസി ആയി എന്ന് തോന്നാറുണ്ട്. ഇത് മാറിയില്ല, ആ ഒരു ടെൻഷൻ, പലപ്പോഴുള്ള പേടി. ഓഫ് കോഴ്സ് അത് അന്ന് ചെയ്തതുകൊണ്ട് പലപ്പോഴും ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ടെൻഷൻസ് ഫീൽ ചെയ്യാറില്ല. പക്ഷെ എന്നാലും പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ്. അതിപ്പോൾ ഞാനൊരു ചെറിയൊരു പ്രോഗ്രാമിൽ ഒരു വീഡിയോ എടുത്തിടാണെങ്കിൽ പോലും അത്രയും ഞാൻ അങ്ങനെ നല്ലോണം ചെയ്യാറുണ്ട്, നോക്കിയിട്ട് തന്നെ ചെയ്യാം. പക്ഷേ മുന്നേ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എൻ്റെ മടി കാരണം ഞാൻ അങ്ങനെ മുന്നേ പ്രിപ്പയർ ചെയ്യാറില്ല. ആ സമയത്താണ് ധൃതി കൂട്ടി എല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ പിന്നെ ലെവൽ 3 അങ്ങനെ സെലക്ട് ആയി. പിന്നെയാണ് നമ്മൾ ആക്ച്വൽ ജഡ്ജസിന് മുന്നേ ടോപ്പ് 30 എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. അതാണ് ഈ സോങ് ഉണ്ടായത്. അതിലും ഗോൾഡൻ ടിക്കറ്റ് കിട്ടി അങ്ങനെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തിലുണ്ട്. നമുക്ക് വിഷ്ണുവായ പോലെ ഒരാളിനെ കിട്ടിയിട്ട് നമ്മളിതുവരെ പാടാൻ പറഞ്ഞില്ല വൃത്തിക്ക്. എനിക്ക് വേണ്ടി ഒരു പാട്ട്, സത്യം ശിവൻ സുന്ദരം, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. അതങ്ങോട്ട് വന്ന് ആ ഒരു അവിടെ നിന്ന് ഒരു പിടിയുണ്ടല്ലോ, എനിക്കത് കേൾക്കാൻ ഒരു ആഗ്രഹം. रामावध में काशी में शिव कान्हा वृंदावन में दया करो प्रभु देखो इनको दया करो प्रभु देखो इनको हर घर के आंगन राधा मोहन शरणं सत्यं शिवं सुन्दरं सत्यं शिवं सुन्दरं सत्यं शिवं सुन्दरं सुन्दरं എന്ത് ബ്യൂട്ടിഫുൾ ആണ്, എന്ത് രസമാണ്. എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ഇത്രയും ബ്യൂട്ടിഫുൾ വോയിസ് കണ്ട് പ്രൊപ്പോസൽസ് വരാറുണ്ടോ? അങ്ങനെയൊന്നും ചോദിച്ചാൽ ഞാനത് പറയുന്നില്ല. സിംഗിൾ പറഞ്ഞോ? വരാറൊക്കെ ഉണ്ട്, നമുക്ക് ഉണ്ടാവുമല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ കാര്യമായിട്ട് എടുക്കാം. സിംഗിൾ ആണോ? അതേന്ന് പറഞ്ഞു. പലപ്പോഴും ഇപ്പം നമ്മൾ ഇന്ത്യൻ ഐഡൽ കണ്ടതിന് ശേഷം സ്റ്റാർ സിംഗർ കണ്ട കുറേ ഓഡിയൻസ് ഉണ്ട്. ഈ സ്റ്റാർ സിംഗിൻ്റെ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തൊരു എപ്പിസോഡായിരുന്നു. വിഷ്ണുമായ വന്നിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ പറയുകയും പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചൊരു കാര്യമാണ്, കണ്ണ് കാണാൻ പറ്റുന്നില്ല, ചെവി കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇഷ്ടമുള്ള ഒരു സിംഗർ ആളുടെ പാട്ട് കേൾക്കാൻ നമുക്ക് ഇനി ആഗ്രഹമുള്ളപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് ഫോർ എ ഫാൻ അതൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും എന്തായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്, ഹെൽത്ത് ഇഷ്യൂ? നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ടെൻഷൻ കൊണ്ടായിരിക്കും നെക്സ്റ്റ് ഡേ ഷൂട്ടിൻ്റെ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വരാറില്ല പൊതുവെ, ടെൻഷൻ കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. സ്റ്റേജിൽ പാടാൻ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അതൊരു ഡിഫറെൻറ്റ് ഒരു ലെവലിലേക്ക് പോയി. അത് ഫുഡ് പോയ്സൺ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു നോർമൽ 2-3 ഡേയ്സ് എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫാമിലി ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് നെക്സ്റ്റ് ഡേ ഷൂട്ട് ഉണ്ട്, അപ്പോൾ അങ്കിൾ എനിക്ക് എന്തെങ്കിലും ഒരു മരുന്നോ അങ്ങനെ എന്തെങ്കിലും തരുമോ? അപ്പോൾ അങ്കിൾ പറഞ്ഞു പൊതുവേ നമ്മളങ്ങനെ ഫുഡ് പോയ്സൺ അങ്ങനെ മരുന്ന് കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ഡോക്ടേഴ്സിനെ നേരിട്ട് കണ്ടേ ചെയ്യാൻ പാടുള്ളൂ. ഷൂട്ടായതുകൊണ്ട് ഞാൻ മെഡിസിൻ തരാം. അപ്പോഴത്തേക്ക് എൻ്റെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എൻ്റെ ചേച്ചി. അങ്കിൾ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വെക്കരുത്. അങ്ങനെ കണ്ടസ്റ്റൻറ്റ് മാനേജേഴ്സും ചാനലും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഒരു വേറെ രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റായി. അങ്ങനെ ഒരു 1.5 ആഴ്ച 2 ആഴ്ചൻ്റെ അടുത്ത് എടുത്തു എന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ നിന്നു ട്രീറ്റ്മെൻറ്റ്. ആ ഒരു റൗണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ
ഓട്ടോമാറ്റിക്കലി ഞാൻ ഡേഞ്ചർ സോണിലേക്ക് പോയി. കാരണം പെർഫോം ചെയ്തില്ലെങ്കിൽ അത് 0 ആയിട്ടാണല്ലോ വരും. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്നു, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നു, ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു പ്രചോദനം, വാട്ട് വാസ് ദാറ്റ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പൊതുവെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ തളർന്നു പോകാറാണ് പതിവ്. എനിക്ക് അത്ര ഒരു, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും, കാരണം ഞാനങ്ങനെ അത്രയും ആൾക്കാരോട് സ്നേഹവും അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകാറാണ് പതിവ്. അപ്പം അച്ഛനും അമ്മയും ആദ്യത്തെ ഒരു ഇതിൽ വിഷമം, അമ്മയും പൊതുവെ ഭയങ്കര വിഷമമാണ്. ചേച്ചിയാണ് കൂടുതൽ ആ ഒരു ഇതിലേക്ക് എന്നെ പിന്നെയും പൊക്കിക്കൊണ്ടുവരാനുള്ള ആ ഒരു ഇതുള്ളത്. അതിങ്ങനെ നിന്നാൽ എങ്ങനെയാണ് അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംഭവം ചേച്ചി കൂടുതൽ. പിന്നെ എന്നെ നോക്കിയ ഡോക്ടേഴ്സിനൊക്കെ അവർ പറഞ്ഞു, നീ ഇതൊരു ഇതായിട്ട് എടുത്തിട്ട് നീ പാടുകയാണ് വേണ്ടത്, നെക്സ്റ്റ് റൗണ്ട് തൊട്ട് നീ പാടണം, നിർത്തരുത്. എനിക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം, കാരണം അതിനുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല, പാടാനുള്ള ഒരു ഇതിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ പാടാൻ പറ്റാതെ നമ്മൾ പാടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വിഷ്ണുവായുടെ പേരൻസിനെ പറ്റിയാണ്. കാരണം അതൊരു അവരുടെ ഒരു വലിയ സപ്പോർട്ടാണ് വിഷ്ണുവായിക്ക്. അവരെ പറ്റി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് മോശമായിപ്പോൾ. അമ്മ ഹോം മേക്കറാണ്, ബിന്ദു എന്നാണ് പേര്. അച്ഛൻ ആലുക്കാസിലെ മാനേജറാണ്, രമേശ്. അപ്പോൾ അച്ഛനും അമ്മയും തന്നെയാണ് ഇൻസ്പിരേഷൻ എന്നല്ല, എന്ത് വാക്കെ ഉപയോഗിക്കേണ്ട എനിക്കറിയാം. എല്ലാം അച്ഛനും അമ്മയാണ്. ചെറുപ്പം തൊട്ടേ ഇപ്പോഴും അച്ഛനും അമ്മയും വേണം എനിക്ക് എൻ്റെ എന്തൊരു കാര്യത്തിലും. എന്തൊരു ഡിസിഷൻ ലൈഫിൽ എടുക്കുകയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് മുന്നേ വരെ ഞാൻ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു വാക്ക് ഞാൻ ചോദിക്കും എന്തൊരു കാര്യത്തിലും. അപ്പോൾ എന്തിനും എനിക്ക് വേണം അച്ഛനും അമ്മയും ചേച്ചിയും. ഈ ഒരു പാട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു റീലിൽ നിന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് എത്രയോ ജന്മമായി. ആ ഒരു പാട്ട് കേട്ടാൽ കാറ്റോട് മേഘം ഇല്ലേ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുമ്പോൾ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ചെയ്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദ്രോഹം. അതുകൊണ്ട് പിന്നെ ചെയ്യാതിരുന്നത്. നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ നമുക്ക് അധികം പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ജഡ്ജ് ആരായിരുന്നു? എല്ലാവരും ഫേവറേറ്റ് ജഡ്ജസ് തന്നെയാണ്. അപ്പോൾ ചിത്രമ്മ, ശരത് സാർ. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ശരത് സാറൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് പോയ്സൺ ആയ സമയത്തൊക്കെ ശരത് സാർ ഡെയിലി വിളിക്കായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കണം, നീ അല്ല ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഒന്ന് കഴിക്കണം, ഇങ്ങനെ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ വിളിച്ചിട്ട്. പിന്നെ വേണുവെങ്കിലിനെ എനിക്ക് സൂര്യ സിംഗർ തൊട്ടേ അറിയായിരുന്നു. അപ്പോൾ വിഷ്ണുക്കുട്ടി അങ്ങനെ ആ ഒരു ബന്ധം സ്റ്റാർ സിംഗറിലും ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീഫൻ ചേട്ടനായാലും ഇങ്ങനെ സ്റ്റീഫൻ ചേട്ടനൊക്കെ ഇങ്ങനെ ഒരുപാട് അഡ്വൈസസ് തരുമായിരുന്നു. ആ സമയത്തൊക്കെ ഫോണിൽ വിളിച്ചാൽ ഇങ്ങനെ എന്ത് സോങ്സാണ് എനിക്ക് ചേരുക റൗണ്ട്സിലെടുക്കാൻ ഒരുപാട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. മഞ്ജരി ചേച്ചി ആയാലും അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ എനിക്കറിയില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഓക്കെ, ജഡ്ജസിൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പാടാണ്. അവരെ എല്ലാവരും ലെജൻസാണ്. ഒരു ഫേവറേറ്റ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ? സ്റ്റാർ സിംഗറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഋതുവായിട്ട് ഫേവറേറ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ എന്തൊരു ഇത് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ചില റൗണ്ട്സിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റേജിൽ പാടുന്നതിന് മുന്നേ വാമപ്പ് ഒക്കെ ചെയ്യും. അപ്പം ഞാനും ഋതുവായിട്ടും ചിലപ്പോൾ ഡാൻസൊക്കെ ചെയ്ത് റീലൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പാടാൻ ആ ടെൻഷനൊക്കെ പോയി
ഒന്ന് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വാമപ്പ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ റീൽ പാർട്ട്ണറും കൂടെ ആയിരുന്നു ഋതുവേട്ടൻ. കോമഡി റീൽസൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫ്രണ്ടാണ് പുള്ളി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുള്ളിയാന്ന് വിളിച്ചിട്ട് എന്തായാലും ഇപ്പോൾ ഒരു വാലന്റൈൻസ് വീക്കാണ്, ഒരു വാലന്റൈൻസ് വിഷ് കൊടുത്താലോ? അയ്യോ, ഋതുവേട്ടനെ വിളിച്ചിട്ട് വാലന്റൈൻസ് വിഷ് കൊടുക്കണോ ഞാൻ? വാലന്റൈൻസ് വിഷസ് എന്ന് പറയുന്നത് ഇപ്പം അത് വേറെ ആരെങ്കിലും ആണല്ലോ. ഹലോ ഹലോ ഋതുവേട്ട. ഹലോ ഹലോ ഹലോ, ആ പഞ്ചു പറ. തിരക്കിലാണോ ഋതുവേട്ടാ? അല്ലല്ല, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ആണോ, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണോ? തിരക്കിലല്ല. അയ്യോ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഞാനിപ്പോ വിളിക്കുന്നത്, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂലാ, ചാവറയുടെ ഒരു ബ്രാഞ്ചായ ലൈഫ് നെറ്റ് ടിവിന്റെ ഒരു ഇന്റർവ്യൂല് ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർ സിംഗറിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഫേവറേറ്റ് ആരായിരുന്നു ചോദിച്ചു. അപ്പൊ ഒബ്വിയസ്ലി ഋതുവേട്ടനാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. വേറെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതെ അതെ, ഋതുവേട്ടൻ അതൊരു കോംപ്ലിമെന്റ് ആണ്, കേട്ടില്ലേ? വേറെ ആരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. വെൽക്കം, യു വെൽക്കം. പക്ഷെ ഞങ്ങളൊരു ടാസ്ക് കൂടെ കൊടുത്തായിരുന്നു, ഒരു വാലന്റൈൻസ് സ്പെഷ്യൽ വിഷ് കൊടുക്കാൻ. ഋതുവേട്ടനോട് ഞാൻ എങ്ങനെയാ വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നത്? അല്ല, ഇനി ആൾക്ക് ഇതുള്ളതല്ലേ, ഒരു വിഷ് കൊടുക്കാം അവർക്ക്. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ ഋതുവേട്ടാ. അതെ, ഞാൻ ഋതുവേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് എൻ്റെ റീൽ പാർട്ട്ണർ ആയിരുന്നു എന്ന്. നമ്മൾ ഒരുപാട് കോമഡി റീൽസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിരുന്നു. ആദ്യം കമ്പനി അല്ലായിരുന്നു. അതെ, നമ്മൾ ആ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വാമപ്പ് ചെയ്തതും അതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. അതാണ് ആ ബോണ്ട്. അതെ, ഇപ്പോഴും ഞാൻ വിളിക്കാറുള്ളതും മെസ്സേജ് അയക്കാറുള്ളത്, എൻ്റെ ഏതൊരു റീൽ ഇട്ടാലും ഋതുവേട്ടനാണ് എനിക്ക് മെസ്സേജ് അയക്കാറ്. പഞ്ചു, നീ എന്താ പാട്ടുകൾ ഇടാത്ത, റീൽസ് ഇടാത്തെന്ന് പറയും. അതെ, ഋതുവേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, നീ ഇപ്പൊ എന്താ കവർ സോങ്സ് ഒന്നും ഇടാത്ത, നീ ഇടട്ടോ, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നു പറയാറുണ്ട്. അങ്ങനെ താങ്ക് യു ഋതുവേട്ടാ. അയ്യോ, അല്ല, വേറെ ആരുടെയും പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, ഒരാളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഓക്കെ ഋതുവേട്ടാ, താങ്ക് യു. ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ, ബൈ ബൈ. നമ്മൾ ഈ ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കുണ്ടായ ഇൻസിഡൻസ് ആണ്, പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളത് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കണം, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് അവിടുത്തെ. ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പം, ഞാൻ ലൈഫിൽ ചെറുതായപ്പോൾ തൊട്ടേ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പാട്ട് ശ്രേയാജീൻ്റെ പാട്ടുകളാണല്ലോ. അപ്പോൾ ഒരിക്കലും ഞാൻ ലൈഫിൽ ശ്രേയാജീനെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഹിന്ദി ആ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അപ്പോൾ മലയാളത്തിൽ, അപ്പോൾ എപ്പോഴും കേരളത്തിലൊന്നും വന്ന് നമുക്ക് അങ്ങനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാനാണെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. അവിടെ എനിക്ക് അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടോ അങ്ങനെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാർ സിംഗറിൽ അങ്ങനെ ഫിനാലയിൽ വന്ന് കാണാൻ പറ്റിയതും ശ്രേയാജിയുടെ കൂടെ അങ്ങനെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കാനുള്ള പറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുമാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കാണുന്നത്. ഒബ്വിയസ്ലി എൻ്റെ ജഡ്ജസും ഒക്കെ എനിക്കൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ പാടാൻ പറ്റിയത്. പക്ഷേ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവസരമായതുകൊണ്ട് അതൊരു വലിയൊരു മൊമെന്റ് ആയി തന്നെ. നമ്മൾ കണ്ടു തുടങ്ങുന്നത്, നമ്മൾക്ക് അറിഞ്ഞു തുടങ്ങുന്നത് കളേഴ്സ് ടിവിയിൽ വന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്. അന്ന് ശരിക്കും എത്ര വയസ്സുണ്ടായിരുന്നു? 12 വയസ്സായപ്പോഴാണ് കളേഴ്സ് ടിവിയിലേക്ക് എനിക്ക് കോള് വരുന്നതും ആ ഒരു ഷോയിലേക്ക് ഞാൻ പോകുന്നത്. എന്നുവെച്ചിപ്പം ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 7 വർഷം മുമ്പല്ലേ? ഒരു 7 വർഷം മുന്നേ. അത് എങ്ങനെയായിരുന്നു അവിടേക്ക് ചെന്നെത്തിപ്പെടുന്നതും? അവിടേക്ക് ചെന്നെത്തിപ്പെടുന്നത്, അതിന് മുന്നേ ഞാനൊരു മലയാളം റിയാലിറ്റി ഷോ സൂര്യ ടിവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യ സിംഗറിൽ. അപ്പോൾ അതിൽ ബെസ്റ്റ് ചൈൽഡ് പ്രോഡക്റ്റ് അവാർഡ് വിന്നറും, പിന്നെ സൺ സിംഗറിൽ തമിഴിലേക്ക് അതിൽ നിന്ന് കണ്ടിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അതിലും അങ്ങനെ ഒരു ഫൈനൽസൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കളേഴ്സ് ടി വിയിൽ നിന്ന് എനിക്ക് ആക്ച്വലി കോള് വരുന്നത്, അവിടുത്തെ ടാലൻറ്റ് ടീമിൽ നിന്ന്. അപ്പോൾ അവരിങ്ങനെ വിളിച്ചു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യ ഷോനെ കുറിച്ചൊന്നും അറിയാതെയാണ് ഞാൻ അവിടെ പോകുന്നത്. റൈസിംഗ് സ്റ്റാർ എന്നാണ് അവരുടെ ടാഗ് ലൈനിൽ അവർ ഇട്ടിരുന്നത്. അതെ, ശരിക്കും അത് ഭാവിയിൽ വന്ന സമയത്തേക്ക് അത് സത്യമായി. അതിനകത്തുള്ള പെർഫോമൻസസ് ഒക്കെ നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിനേക്കാളിലും കൂടുതൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു കുറേ. അതെ, അവിടെ പ്രത്യേകിച്ച് എൻ്റെ ആ ഒരു ഏജും കൂടെ ആയതുകൊണ്ട് അവർക്ക് ഹിന്ദിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു മലയാളം
മലയാളി കുട്ടി അങ്ങനെ ആ ഒരു ലാംഗ്വേജ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് മലയാളം സോങ്സ് ഒക്കെ പാടാൻ ആക്ച്വലി ബുദ്ധിമുട്ടാണ്, നമ്മുടെ പ്രൊനൗൺസിയേഷൻസ് ഒക്കെ വരുത്താൻ. അപ്പം ഞാൻ അവരുടെ ഭാഷ പാടുന്നു എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഒരു അതിശയമുള്ള കാര്യം. അവിടെ വന്നേക്കുന്ന ഒരു ഹ്യൂജ് ഫാൻ ബേസ് ആണ് അവിടെ നിന്ന്. അവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ വിഷ്ണുമായ ആൾക്കാർ ഫോളോ ചെയ്ത് തുടങ്ങുന്നത്. അതെ, ഓഫ് കോഴ്സ്. പഞ്ചാബെന്നും പിന്നെ ഈവൻ പാകിസ്ഥാനിൽ വരെ കുറേ മെസ്സേജസ് ഒക്കെ വരുമായിരുന്നു എനിക്ക്. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, വി ആർ ഫ്രം ദിസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ വോട്ട് ചെയ്യാന്നുള്ളത് അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. വോട്ടിങ്ങിൻ്റെ കാര്യം പറയുവാണ്, എനിക്ക് തോന്നുന്നു ഞാൻ വേറെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പേഴ്സണലി അറിയത്തില്ല വേറെ ഉണ്ടോ എന്ന്. പക്ഷേ ലൈവായിട്ട് വോട്ടിങ് നടക്കുന്നത് അതെ ശരിക്കും പേടിയില്ലേ? നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഏജിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു. ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നേനെ. അപ്പം ഞാൻ വീട്ടിലല്ല, ഞാനും അമ്മയും മുംബൈയിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ മാറി നിന്ന് കുറേ കാലം അവിടെ തന്നെ നിന്നിട്ടായിരുന്നു ആ ഷോൻ്റെ ഷൂട്ട് ത്രൂ ഔട്ട്. അപ്പം ലൈവ് ആയതുകൊണ്ട് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ വിളിച്ച് പറയും ഇങ്ങനെ ഇത്ര മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും, അതെ വോട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീട്ടിലാണെങ്കിലും വീട്ടിൽ ഞങ്ങളെ നെയ്ബേഴ്സൊക്കെ വരും, കുറേ പേര് ഒരുമിച്ചിരുന്ന് കാണാം. ഞങ്ങളെ വീട്ടിൽ TV ഓൺ ചെയ്യും. അപ്പോൾ ഷോ നടക്കുമ്പോൾ ലൈവായിട്ട് എല്ലാവരും കാണുക, വോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ആപ്പിലൂടെ ആയിരുന്നു അത് വോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഇൻസ്റ്റാ ലൈവൊക്കെ പോകും, എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യണം. ഞങ്ങളിങ്ങനെ 9 o'clock ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറേ പേര്, കൂടുതലും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് എന്നെ അറിയുന്ന അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഇങ്ങനെ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായി. ഈ ലൈവിലുള്ള ഒരു ഫീല് ഡിഫറെൻ്റ് തന്നെയാണ്. മീൻസ് ഇപ്പം നമ്മൾ ലൈവിൽ നമുക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേന്ന് പറയുമ്പോൾ SMS-ൻ്റെ ഒരു കാലഘട്ടം പിന്നെ വന്നു, പിന്നെ നമുക്ക് വോട്ടിങ്ങിലോട്ട് മാറി, പിന്നീട് വോട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ലൈവ് പാടുന്ന സമയത്ത് തന്നെ വോട്ടിങ്ങും വരിക. അപ്പോൾ പാടുന്ന സമയത്ത് അതൊരു ടെൻഷൻ, അത് അതിനെപ്പറ്റി ഓർക്കാൻ പോകാറുണ്ടോ? ഓർക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ഓർത്തു പോകും. കാരണം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോയിൽ നമുക്ക് കണ്ടസ്റ്റൻറ്റ് മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ടേൺ ആകുമ്പോൾ അവരിങ്ങനെ പറയും, വിഷ്ണുമായ റെഡി ഹോ ജാവോ, സ്റ്റേജിൽ നെക്സ്റ്റ് കയറേണ്ടതാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി നമ്മൾ ആ സ്പോട്ട് ലൈറ്റിൻ്റെ അവിടെ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷോ നടക്കുന്ന സമയത്ത് ഓഡിയൻസ് ഉണ്ടാവും 2 സൈഡിൽ. അതും പിന്നെ എക്സ്പേർട്സ് ജഡ്ജസായ ശങ്കർ മഹാദേവൻ സാറും മൊണാലി മാമും ദിൽജിത്ത് പാജി ആയിരുന്നു ജഡ്ജസ് ഉണ്ടായിരുന്നു. അവരെ നമുക്ക് കാണാൻ പറ്റില്ല, അതൊരു കാര്യം. ഫ്രണ്ടിലൊരു വോൾ ഉണ്ടായിരുന്നു, സ്റ്റേജ് അങ്ങനെയായിരുന്നു അവിടെ സ്റ്റേജിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ വോളിൽ വോട്ട് ചെയ്യുന്നവരുടെ ഫോട്ടോസ് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻസ് പ്രീവിയസ്ലി പാടി ഒരു കണ്ടസ്റ്റൻ്റ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള. അപ്പോൾ എൻ്റെ വോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെർസെൻറ്റേജിൽ നിന്നും മേലെ കിടക്കണം. സോ എനിക്ക് കാണാൻ പറ്റും ഈ പെർസെൻറ്റേജ് എങ്ങനെയാണ് കയറുന്നത്. ഇതിലും വലിയൊരു ശിക്ഷ വേറെ ഇല്ലല്ലോ. ഇല്ല, അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. പക്ഷേ വൺസ് അത് മേലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും എക്സ്പെർട്സ് ഒക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ, ഫുൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട്, അതൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഒരു അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് റിസ്ക് എടുത്താലും ആ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് പോലെയാണ്. ചില സോങ്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം ഒന്നും കയറത്തില്ല, ആദ്യം കയറാതെ പിന്നീട് ആൾക്കാരൊക്കെ നിന്ന് പിന്നീട് ഒരു കയറ്റായിരിക്കും. കയറ്റം എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു കയറ്റായിരിക്കും. അങ്ങനത്തെ ഒക്കെ ലൈഫിൽ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചില സോങ്സിൽ മോസ്റ്റ്ലി എൻ്റെ എല്ലാ സോങ്സിലും ഒരു സോങ്സിൻ്റെ മിഡിലൊക്കെ ആയപ്പോഴേക്കും വോള് കയറാറുണ്ട്. പൊതുവെ ആ ടാർഗറ്റിൽ ഞാൻ ക്രോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പെർഫോമൻസിൽ ഞാനും റോഹൻ പ്രീത് സിംഗ് അറിയുമായിരിക്കും, നേഹ കക്കറിൻ്റെ ഒക്കെ ഹസ്ബൻഡ്. അപ്പോൾ ആ ചേട്ടനും കൂടെ ഞങ്ങൾ ഡ്യുവറ്റ് ഒരു പെർഫോമൻസ് ആയിരുന്നു, മെത്തനു സംജാവാക്കി പറഞ്ഞിട്ടുള്ള സോങ്. അപ്പോൾ ലാസ്റ്റ് അത് ഓൾമോസ്റ്റ് അവിടെയൊക്കെ ആകുമ്പോൾ സോങ്ങിൻ്റെ അവസാനമായി. ലാസ്റ്റ് അപ്പോഴൊന്നും ഇത് കയറിയില്ല. ഈ സ്ഥലം കഴിയുന്ന സ്ഥലത്താണ് ആക്ച്വലി ബോൾ അങ്ങ് പൊന്തിയത്. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു ആ ഒരു ടൈമിൽ. പിന്നെ അത് കയറിയപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഹഗ്ഗിയുണ്ടായി, സ്റ്റേജിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അതൊരു ഇൻസിഡൻറ്റ്. പിന്നെ ഫിനാലയിൽ 2 സോങ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഹൈറാമയായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ്, സെക്കൻഡ് വൺ സിൽസിലായ ചാഹത്ക. അപ്പോൾ ഗ്രാൻഡ് ഫിനാലിൽ ആക്ച്വലി ജഡ്ജസിന് വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അവിടെ, ഫുള്ളി ഓഡിയൻസിൻ്റെ കയ്യിലായിരുന്നു. എൻ്റെ ഒരു ടാർഗറ്റ് ഐ തിങ്ക് 70-80 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ
ആ പാട്ട് പാടി കറക്റ്റ് 80-ൽ തന്നെ അത് നിന്നു. എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ടായ ആളും 80-ൽ തന്നെ സ്റ്റോപ്പായി. അപ്പോൾ അത് ടൈ ആയി. ശങ്കർ മഹാദേവൻ സാറ് വോട്ട് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വോട്ട് ചെയ്യുന്നു ക്യാമറയിലൂടെ. അപ്പോൾ പക്ഷെ അത് കൗണ്ട് ആവില്ല സാറ് ചെയ്താലും. അപ്പോൾ അങ്ങനെ അതിൽ നിന്നു, ടൈ ആയി. അപ്പോൾ ചെറിയ പെർസെൻറ്റേജിൻ്റെ ഒരു പോയിന്റ്, ഡെസിമൽ പോയിന്റ് വ്യത്യാസത്തിൽ അത് ഞാൻ സെക്കൻഡ് റണ്ണറപ്പായി, റോഹൻ ഭയ്യ ഫസ്റ്റ് റണ്ണറപ്പ്. അങ്ങനെയായിരുന്നു അത്. അവിടെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു മൊമെന്റ് ഏതായിരുന്നു? ഇനി ഒന്നായിട്ട് ഞാൻ കുറച്ച് പറയാം. ഫസ്റ്റ് ഷോയിൽ ഓഡിഷന്റെ സമയത്ത് തന്നെ ശങ്കർജി ചോട്ടി ചിത്ര എന്ന നിക് നെയിം തന്ന ആ ഒരു മൊമെന്റും, കാരണം അത് അത്രയും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഈ ഷോയിലേക്ക് സെലക്ട് ആവുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നതും, പിന്നെ റാണി മുഖർജി വന്നപ്പോൾ ഉണ്ടായ ഇൻസിഡൻസും, രേഖാജിയാണ് ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇത്. കാരണം രേഖാജി വന്നിട്ട് അത്രയും വലിയൊരു ആക്ട്രസ് അടുത്ത് വന്ന് ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നു, എൻ്റെ കൂടെ ഡാൻസ് കളിച്ചു ഞാൻ പാട്ട് പാടുമ്പോൾ. എന്നിട്ട് ഒരുപാട് ഹഗ്സും അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം രേഖാജി പറയുമ്പോൾ ഹീസ് എ ബിഗ് ഫാൻ. അപ്പോൾ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുക. അപ്പോൾ എനിക്കൊന്നും അറിയില്ല രേഖാജി എത്ര വലിയ ആക്ട്രസ് ആണെന്നുള്ളത്. അച്ഛനൊക്കെ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പം അങ്ങനെ അത്രയും വലിയൊരാൾ സ്റ്റേജിൽ വന്ന് കൂടെ ഞാൻ പാടുമ്പോൾ ഡാൻസ് ചെയ്യുന്നു, എന്നിട്ട് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ വന്ന് ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, അത് ലൈവായിട്ട്. സോ അതൊക്കെ എനിക്ക് അന്ന് വിശ്വസിക്കാൻ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു കാര്യം ലൈവാന്നുള്ളത്. അതെ, ലൈവ്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റാനൊക്കെ എന്തെങ്കിലും ഓപ്ഷനെ നമുക്ക് ചിന്തിക്കാനില്ല. മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇന്ത്യ കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊരു ഭാഗ്യം കൊണ്ട് അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ ഇങ്ങനെ പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ് അടുത്ത ഒരു പ്ലാൻസ്, അടുത്ത ഫ്യൂച്ചർ? റിയാലിറ്റി ഷോസ് ഞാൻ ഇപ്പോൾ പോസിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യുന്നില്ല. ഓൾറെഡി ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുമല്ലേ, ക്ലാസ് പഠിക്കുകയാണ്? ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കോളേജാണിത്. അപ്പോൾ ഇവിടെ ഞാൻ സെക്കൻഡ് ഇയർ BCA പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് വർക്ക്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒരു സ്റ്റേജ് ഷോസിലൊരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരണമെന്നുണ്ട്. അതിങ്ങനെ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ. അപ്പം അതിൻ്റെ ഒരു ഇതിലാണുള്ളത്. വളരെ സൂൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വിഷ്ണുമായ, ഇപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാലന്റൈൻ മന്താണ്. എല്ലാ കപ്പിൾസിനായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ? പി ജയചന്ദ്രൻ സാറ് പാടിയ എന്തെന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കൊരു ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്തേ എന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ഓ ആകാശത്തോപ്പിൻ കിന്നരൻ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് പാടുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കപ്പിൾസിന് വേണ്ടിയാണ് പാടിയത്. ഈ വാലന്റൈൻസ് ഡേ മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, സിംഗിൾസ്. എവിടെ ഞങ്ങൾക്ക് സിംഗിൾ പ്രസംഗിക്കുള്ള പാട്ട്? സിംഗിൾ പ്രസംഗിക്കുള്ള പാട്ട് ഏതാണ്? അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ പറഞ്ഞു, സജഷൻസ് പറ്റിയ ഒരു പാട്ടുണ്ടോ? സിംഗിൾസിന് ഇവിടെ പാട്ട് പോലും ഇല്ല. ആർക്കും വേണ്ടേ പറ, ഞങ്ങൾ സിംഗിൾസിന്. ഇനി എൻ്റെ ഒരു ആഗ്രഹത്തിലുള്ള ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളത് ആരോ നെഞ്ചിൽ മഞ്ഞായി. ആ ഒരു പാട്ട്. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ, തനനനെ നനന നനനനെ നനന നനനനെ നനന സാ
വീണ്ടും അടിപൊളി. എത്ര കേട്ടാലും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു വീണ്ടും വീണ്ടും. താങ്ക് യു. അപ്പോൾ വിഷ്ണു, താങ്ക് യു സോ മച്ച് നമുക്കൊരു സെക്ഷൻ തന്നതിലും. താങ്ക് യു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് കാര്യങ്ങൾ നേടട്ടെ. ശരിക്കും ഒരു ഹീറോയിക് മൊമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും എന്തൊക്കെ വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും നേരിടും, അത് ചെയ്യും, അവിടെ എത്തും എന്നുള്ള ഒരു മനസ്സിൻ്റെ തീരുമാനം. അങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ഞാൻ ആക്ച്വലി ലൈഫ്നെറ്റ് ടിവിനോടും താങ്ക് യു പറയാണ്. ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ കൂടെ ഇങ്ങനെ ഒരു ടോക്ക് ഷോ നടത്താൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.